ശുദ്ധമായ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപയോഗിക്കുക. ആരോഗ്യം നിലനിർത്തുക. 2 കിലോ മല്ലിക്ക് പൊടി കിട്ടിയത് 1,800 70 ഗ്രാം. 2 കിലോയ്ക്ക് കിട്ടിയതാണ് അത്രയും പൊടി. മുളക് പൊടി 1,800 കിട്ടി. 2 കിലോ മുളക് മേടിച്ച് കഴുകി ഉണങ്ങി പൊടിപ്പിച്ചപ്പം കിട്ടിയ പൊടിയാണ് 1,800. 1,800.8. അപ്പോൾ അത്രയും മുളക് പൊടി നമുക്ക് കിട്ടി. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിന്ന് നിങ്ങളുടെ മുമ്പാകെ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിത്യോപം ഉപയോഗിക്കുന്ന മുളക്, മല്ലി ഒക്കെ മേടിച്ച് പൊടിപ്പിച്ച് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലതാണ്. നമുക്ക് ശുദ്ധമായ മുളകും പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇത് കടയിൽ നിന്ന് മേടിച്ച് നേരിട്ട് മില്ലിൽ കൊണ്ട് പൊടിപ്പിക്കരുത്. അതിനകത്ത് ഒത്തിരി അഴുക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെയിലുള്ളൊക്കെ സമയത്ത് ഒന്ന് കഴുകി ചെറുതായ തോതിലൊന്ന് വെള്ളത്തിലൊന്ന് മുക്കി എടുത്തു കഴിയുമ്പം ഇതൊത്തിരി മണ്ണും ചെളികളൊക്കെ ഈ മുളകിലുണ്ട്. അത് നമുക്ക് നമ്മുടെ ശരീരത്തിന് ഒക്കെ ഹാനികരമാണ്. നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സാധനമാണല്ലോ മുളക് പൊടിയൊക്കെ. അപ്പോൾ നമ്മളിത് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. കടയിൽ പോയി വാങ്ങിക്കുക. നമ്മൾ 2 കിലോ ഒക്കെ മേടിച്ചാൽ നമുക്കൊരു 2-3 മാസമൊക്കെ നമുക്ക് ഏറ്റവും കുറഞ്ഞ് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇപ്പം 240 രൂപ വിലയാണ് മുളകിന്. ഇത് പിരിയമുളകാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇതിന് എരിവ് കുറവാണ്. അത് നമുക്കത് മേടിച്ച് പൊടിപ്പിച്ച് ശുദ്ധമായ മുളക് പൊടി നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ നല്ല മല്ലിക്ക് 110 രൂപ വിലയാണ് കിലോയ്ക്ക്. ഞാൻ 2 കിലോ മേടിച്ചു. 2 കിലോ മുളകും 2 കിലോ മല്ലിയാണ് ഞാൻ വാങ്ങിയത്. അണക്കര ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മളിത് മേടിച്ചത്. ഇത് മല്ലിക്കകത്തൊക്കെ ഒത്തിരി മണ്ണും കട്ടകളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ഒന്ന് പറക്കി കളഞ്ഞ് ഒക്കെ വേണം നമ്മളിത് കഴുകി ഉണങ്ങി എടുത്ത് മില്ലിൽ കൊണ്ട് പൊടിപ്പിച്ചാലേ നമുക്ക് നല്ല രുചികരമായ സാധനം കിട്ടും. നമ്മൾ കറിക്കൊക്കെ ചേർക്കുമ്പോൾ നല്ല രുചിയുണ്ടാകും. നമ്മൾ മായം ചേർക്കാത്ത സാധനം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത് കഴുകി ഉണങ്ങുമ്പോൾ അതിനകത്ത് ഉള്ള ചെളികളും എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അത് പൊക്കോളും. അതിനുവേണ്ടിയാണ് നമ്മൾ കഴുകി ഉണങ്ങുന്നത്. ഒരു കാരണവശാലും കടയിൽ നിന്ന് മേടിച്ചിട്ട് നേരിട്ട് കൊണ്ട് മില്ലിൽ കൊണ്ട് പൊടിപ്പിക്കരുത്. അത് നമുക്ക് ഇതിനകത്ത് അഴുക്കെല്ലാം നേരെ അതിനകത്ത് കയറി വരും. അപ്പോൾ നിങ്ങളിത് ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് ശുദ്ധമായ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ നമുക്ക് ലഭിക്കും. സമയമുള്ളവർക്ക് ഇതിന് ഒത്തിരി സമയമൊന്നും വേണ്ട, കുറച്ച് സമയമൊക്കെ മതി. നമ്മൾ സമയം കണ്ടെത്തി ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചെയ്യുന്നവരുണ്ട്, ചെയ്യാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. മേടിച്ചുകൊണ്ട് വന്ന പൊടി പിന്നെ ഇതിനകത്ത് ആക്കുകയാണ്. നമുക്ക് 1,800 പൊടി കിട്ടിയതാണിത്. ഒരു പിന്നെ പൊടി കിട്ടി. എനിക്ക് നല്ല ശുദ്ധമായ മുളക് പൊടി. നമ്മൾ കടയിലൊക്കെ പോയി മേടിച്ചാൽ നമുക്ക് ഇത്രയും ക്ലിയറായ മുളക് പൊടി കിട്ടത്തില്ല. നിങ്ങൾ ദയവ് ചെയ്ത് മുളക് മേടിച്ച് കഴുകി ഉണങ്ങി മില്ലിൽ കൊണ്ട് പൊടിപ്പിക്കുക. അത് മല്ലിപ്പൊടി നമ്മൾ ഇടുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇതൊക്കെ ചെയ്യാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബൈ.